തിരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോൾ CPM എന്ന വലിയ പാർട്ടി, കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിലെ ഇടതുപക്ഷത്തിലെ ഏറ്റവും വലിയ പാർട്ടി വൻ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. തെരഞ്ഞെടുപ്പിന് ഇനി ഏതാനും മാസങ്ങൾ, അതായത് നാളെ ജനുവരി ആകുന്നു. ജാനുവരി 15 കഴിയുമ്പോഴേക്കും കടകംപള്ളി സുരേന്ദ്രൻ എന്ന മുൻ മന്ത്രി അറസ്റ്റിലാകുമെന്ന് പാർട്ടി തന്നെ കരുതുന്നു. ഇങ്ങനെ പാർട്ടി തന്നെ പ്രതിരോധത്തിലാകുമെന്ന് പാർട്ടിക്കകത്തുള്ളവർ, കടകംപള്ളി എന്ന സംസ്ഥാന നേതാവ് അറസ്റ്റിലാകുമെന്ന് പറയുമ്പോൾ അത് പാർട്ടിക്ക്, അതിൻ്റെ ഇമേജിന് ഉണ്ടാകാൻ പോകുന്ന കളങ്കം വളരെ വലുതായിരിക്കും. അപ്പോൾ ജാനുവരിയോടുകൂടി കടകംപള്ളി അറസ്റ്റിലാകുമ്പോൾ ഇനി അന്വേഷണ സംഘം എത്തി നിൽക്കുന്നത്, SIT അന്വേഷണ സംഘം ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ അന്വേഷണം ഇനിയും അങ്ങനെ നീണ്ടുപോകുമ്പോൾ ഇപ്പോഴത്തെ മന്ത്രി വാസവനിലേക്ക് വരെ എത്തിയേക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ അത്തരത്തിൽ അന്വേഷണ സംഘം വാസവനിലേക്ക് വരെ എത്തി നിൽക്കാൻ സാധ്യതയുള്ളപ്പോൾ തെരഞ്ഞെടുപ്പ് ഏതാണ്ട് ഏപ്രിൽ അല്ലെങ്കിൽ മാർച്ചിലോ ഏപ്രിലോ, കാര്യം വേറെയും സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ഏപ്രിൽ അവസാനമോ അല്ലെങ്കിൽ ഏപ്രിൽ ആദ്യമോ ഇലക്ഷൻ തീയതി പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ CPM എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ച് അവർക്കിനി എത്ര മാസമുണ്ട് ഒരു വലിയ തെരഞ്ഞെടുപ്പ്, സംസ്ഥാനത്തിൻ്റെ ഭരണം തിരികെ ഒന്നുകൂടെ കിട്ടാൻ ശ്രമിക്കാനായി അവർക്ക് സമയം കിട്ടുമോ, അല്ലെങ്കിൽ അവർ ശ്രമിച്ചാൽ ഈ ഉണ്ടായ കളങ്കത്തിൽ നിന്ന് അവർക്ക് മുക്തി നേടാൻ കഴിയുമോ എന്ന ആശങ്കയിലാണ് CPMൻ്റെ സംസ്ഥാന നേതൃത്വം. CPM എന്ന് പറയുന്ന പാർട്ടി ഒരു കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറയുന്ന അന്നത്തെ മന്ത്രിയെയാണ് അറസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് നേരെ വിരൽ ചൂണ്ടുന്നത് മറ്റു പലരിലേക്കുമാണ്. അന്ന് സംസ്ഥാനം ഭരിച്ചിരുന്ന മുഖ്യമന്ത്രി തന്നെയാണ് ഇന്നത്തെയും മുഖ്യമന്ത്രി. ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് അതൊരു അട്ടോണമസ് ബോഡിയാണ്. അവരാണ് അവരുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതിൽ താൻ കൈകടത്തിയിട്ടില്ല എന്ന് കടകംപള്ളി സുരേന്ദ്രൻ ആവർത്തിച്ച് പറയുമ്പോഴും CPM എന്ന് പറയുന്ന പാർട്ടിയാണ് ഭരണത്തിലിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരാണ് ഭരണം നിർവഹിക്കുന്നുണ്ടെങ്കിൽ പാർട്ടിയുടെ സംസ്ഥാന ഘടകം, പ്രത്യേകിച്ച് പാർട്ടി എന്ന് പറയുന്നത് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അപ്പോൾ ഏതൊരു ഇലയിണക്കവും മന്ത്രിസഭയിൽ കടകംപള്ളി സുരേന്ദ്രനായിരുന്നാലും ഇനി മറ്റ് കൂറുമുന്നണിയിലെ മറ്റ് ഘടകകക്ഷികളിലെ മന്ത്രിമാരായിരുന്നാലും എല്ലാം പിണറായി വിജയൻ എന്ന CPM എന്നാൽ പിണറായി വിജയൻ എന്നാൽ CPM, അദ്ദേഹം അറിയാതെ നീങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഒരു കടകംപള്ളി എന്ന് പറയുന്ന മന്ത്രിയെ ആണ് ചോദ്യം ചെയ്ത് ഇനി അറസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ കടകംപള്ളി ഈസ് ഈക്വൽ ടു പിണറായി വിജയൻ എന്ന് തന്നെ പറയേണ്ടി വരും. കാര്യം പാർട്ടി പറയുന്നത്, പാർട്ടിയുടെ നിർദ്ദേശത്തോട് കൂടി മാത്രമേ ഇനി കടകംപള്ളിയല്ല ഇനി ഏതൊരു നേതാവും ഈ പാർട്ടിയെ അറിയിച്ചുകൊണ്ട് പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ ഇത് പാർട്ടി വൻ കുരുക്കിലേക്ക് തന്നെ പോകും. മുൻപ് ഈ പറയുന്ന പോലെ നയതന്ത്ര ബാഗേജിൽ സ്വർണം കടത്തി എന്ന വിവാദവുമായി വരുമ്പോൾ അന്നത്തെ ആ കാര്യങ്ങളിലൊക്കെ തന്നെ ഇടപെട്ടിരുന്ന പ്രമുഖരായിട്ടുള്ള ഏതാണ്ട് എല്ലാ വ്യക്തികളും പറഞ്ഞത് മുഖ്യമന്ത്രി എന്നാൽ തങ്ങൾ പറയുന്നതിലെ ചട്ടുകം മാത്രമാണ് എന്നാണ് പറഞ്ഞത്. ഏതായാലും നമുക്ക് മനസ്സിലാകുന്ന ഒരു സംഗതി, സ്വർണ്ണക്കൊള്ള, ഈ പറയുന്ന ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇനിയും അങ്ങോട്ടുള്ള ദിനങ്ങളിൽ CPMന് വൻ കുരുക്കാണ് ഉണ്ടാകാൻ പോകുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ കാലാകാലങ്ങളിൽ ഏതൊക്കെ കാര്യങ്ങളിൽ അദ്ദേഹം ഇടപെട്ടിട്ടുണ്ടോ അദ്ദേഹം നേരിട്ടൊരിക്കലും ഇടപെടില്ല എന്നുമാണ് അദ്ദേഹവുമായി അടുത്ത വൃന്ദങ്ങൾ പറയുന്നത്. അതിന് അദ്ദേഹം മുന്നിൽ ഒരാളെ നിർത്തി മാത്രമേ അദ്ദേഹം ഇത്തരം ഓപ്പറേഷൻസ് ചെയ്യുകയുള്ളൂ. അതുപോലെ തന്നെ ഈ കാര്യത്തിലും അദ്ദേഹം ചിലരെയൊക്കെ മുന്നിൽ നിർത്തിയാണ് ഈ കാര്യങ്ങൾ ചെയ്തു എന്നും മറുപക്ഷത്തെ രാഷ്ട്രീയ എതിർകക്ഷിയിലുള്ളവരും അദ്ദേഹവുമായി അടുത്തു നിൽക്കുന്നവരും പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു കടകംപള്ളിയെ അല്ല ശരിക്കും അന്വേഷണ സംഘം കൈ ചൂണ്ടുന്നത് ഈ നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയിലേക്ക് ആണോ അവർ കൈ ചൂണ്ടിയത്? കടകംപള്ളി ഈസ് ഈക്വൽ ടു മുഖ്യമന്ത്രി എന്ന രീതിയിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് എന്ന രീതിയിൽ
ആണ് എന്നാണ് രാഷ്ട്രീയ കേരളം സംശയത്തോടെ നോക്കുന്നത്, കേരള ജനത നോക്കുന്നത്. കാര്യം ശബരിമല എന്ന് പറയുന്നത് ഈ കേരളത്തിലെ നാനാ ജാതി മതസ്ഥരുടെ ഒരു വികാരമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിപ്പോൾ ഒരു ജാതിയുടെയോ മതത്തിൻ്റെയോ പേരിലുള്ള വിഷയമല്ല, കേരള സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള പ്രശ്നമായി ഇത് മാറും. BJP ഇതുവരെ ഈ വിഷയത്തിൽ വേണ്ട രീതിയിൽ ഇടപെട്ടിട്ടില്ല. തുടക്കത്തിലുണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല. മറിച്ച് കോൺഗ്രസും ഇതിലേക്ക് VD സതീശൻ എന്ന ഒരു നേതാവോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയോ ഇടപെടുന്നതിനപ്പുറം കോൺഗ്രസിലെ മറ്റു നേതാക്കൾ ഇതുവരെ വലുതായി കമന്റുകളൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ അന്ന് കടകംപള്ളി സുരേന്ദ്രന് മുമ്പുണ്ടായിരുന്ന ദേവസ്വം മന്ത്രിമാരിലേക്കും SIT അന്വേഷണ സംഘം പോകുമെന്ന് പറയുന്നു. അടൂർ പ്രകാശിനെയും ചോദ്യം ചെയ്യുമെന്ന് പറയുന്നുണ്ട്, VS ശിവകുമാറിനെയും ചോദ്യം ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഏതായാലും ഈ അന്വേഷണം SITക്ക് ഹൈക്കോടതി തന്നെ കാലാവധി നീട്ടിക്കൊടുക്കേണ്ടി വരും. കാലാവധി നീട്ടിക്കൊടുക്കുമ്പോൾ ആ നീട്ടിക്കൊടുക്കുന്ന കാലാവധി ഇനി ജനുവരി മാസം കൂടെ കഴിഞ്ഞു പോകുമോ, അതോ അല്ലെങ്കിൽ SIT അന്വേഷണ സംഘം ഒരു കടകംപള്ളിയിൽ കൊണ്ടുപോയോ അല്ലെങ്കിൽ ഒരു അടൂർ പ്രകാശിൽ കൊണ്ടുപോയോ അന്വേഷണം അവസാനിപ്പിക്കും എന്ന് നാം കരുതേണ്ടതുണ്ടോ? ഏതായാലും പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവിനെ എതിർക്കുന്ന മറ്റു രാഷ്ട്രീയ കക്ഷികൾ പറയുന്നത് പോലെ അവർ BJPയുമായി ഒരു അന്തർധാര ഉണ്ട് എന്ന് പറയുന്നു എന്നുണ്ടെങ്കിലും ആ അന്തർധാര കേവലം ഇപ്പോൾ ഈ സംസ്ഥാനം ഭരിക്കുന്ന CPM എന്ന പാർട്ടിയുടെ അല്ലെങ്കിൽ CPM പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഭരണത്തിലിരിക്കുന്ന കാലം വരെ മാത്രമേ ഉണ്ടാകുള്ളൂ. അതായത് അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുന്ന ഈ കാലയളവിൽ മാത്രമേ ഉണ്ടാകുള്ളൂ. അദ്ദേഹത്തിന് കേന്ദ്രത്തിൽ നിന്ന്, BJPയിൽ നിന്ന്, രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയിൽ നിന്ന്, ആഭ്യന്തരമന്ത്രിയിൽ നിന്ന് ഒരു സപ്പോർട്ട് കിട്ടുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും. അതായത് അദ്ദേഹത്തിന് ഭരണം കൂടി നഷ്ടമായി കഴിഞ്ഞാൽ ഈ കേസ് CBIയിലേക്ക്, SIT കഴിഞ്ഞ് CBIയിലേക്കോ മറ്റോ അന്വേഷണത്തിലേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും നിർവചിക്കാനാകാത്ത തരത്തിലേക്ക് അന്വേഷണം പോകും. നമ്മൾക്ക് ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത രീതിയിൽ കാര്യങ്ങൾ കീഴ്മേൽ മറിയും. അത് എന്താണെന്ന് ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് ഊഹിച്ചെടുക്കാവുന്നതേ ഉള്ളൂ.